തിരുവനന്തപുരത്തെ കാഴ്ചകൾ എന്ന് പറയുന്ന പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് തിരുവനന്തപുരത്തെ പട്ടത്ത് നിന്നാണ്. പട്ടം ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുകയാണ്. പട്ടത്ത് നിന്ന് നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന റൂട്ടിൽ പോയിട്ട് കാഴ്ചകൾ നമ്മൾ കാണിക്കുകയാണ്. പട്ടം ജംഗ്ഷനിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ പോകുന്നു. തിരുവനന്തപുരത്ത് തന്നെ അത്യാവശ്യം നല്ല തിരക്കുള്ള ജംഗ്ഷനാണ് പട്ടം ജംഗ്ഷൻ. സിഗ്നൽ ഇപ്പോൾ ഇവിടെ റെഡ് സിഗ്നൽ കിടക്കുകയാണ്. വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ട്രാഫിക് കൺട്രോൾ നടക്കുന്ന ഒരു സ്ഥലമാണിത്. നല്ല ക്യാമറ വർക്കും അതുപോലെ തന്നെ ട്രാഫിക് കൺട്രോളിങ് സിസ്റ്റവും ഉള്ളൊരു ജംഗ്ഷനാണ് പട്ടം ജംഗ്ഷൻ. ഇതിൻ്റെ ലെഫ്റ്റിലേക്ക് പോകുന്നത് നമ്മൾ തമ്പാനൂരൊക്കെ പോകുന്ന റൂട്ടാണ്. റൈറ്റിലോട്ട് പോകുന്നത് MC റോഡിലേക്ക് പോകുന്ന അതുപോലെ തന്നെ കൊല്ലമൊക്കെ പോകുന്ന റൂട്ടാണ്. റൈറ്റിലോട്ട് നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് നമ്മുടെ സിഗ്നൽ വന്നു, നമ്മൾ സ്ട്രൈറ്റ് ആയിട്ടാണ് പോകുന്നത്. നേരെ പോകുന്നത് മെഡിക്കൽ കോളേജിൽ പോകുന്ന റൂട്ടാണ്. ഇതാ സിഗ്നൽ കഴിഞ്ഞ് നേരെ കാണുന്നത് SUT ഹോസ്പിറ്റലാണ്. പട്ടത്തുള്ള SUT ഹോസ്പിറ്റലാണ് നമുക്ക് നേരെ കാണുന്നത്. റൈറ്റ് സൈഡിലായിട്ടൊരു ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട്. ഇവിടെ തന്നെ നല്ല അത്യാവശ്യം കൊള്ളാവുന്നൊരു ഭക്ഷണമൊക്കെ കിട്ടുന്നൊരു ഇന്ത്യൻ കോഫി ഹൗസ് ഇവിടെ ഉണ്ട്. കൊള്ളാം, കുഴപ്പമില്ല. അത് കഴിഞ്ഞ് പോലീസിൻ്റെ ടെലികമ്മ്യൂണിക്കേഷൻ ഹെഡ് ക്വാർട്ടേഴ്സ് റൈറ്റ് സൈഡിലാണ്. നേരെ കാണുന്ന ബിൽഡിംഗ് എന്ന് പറയുന്നത് പട്ടത്തെ KSFBയുടെ ബിൽഡിംഗ് ആണ്. വൈദ്യുത ഭവൻ, KSFB അല്ല, KSCBയുടെ ബിൽഡിംഗ് ആണ് വൈദ്യുത ഭവൻ. മിൽമയുടെ ഇവിടെ ഒരു പ്ലാന്റ് ഉണ്ട് റൈറ്റ് സൈഡിൽ ഇവിടെ തന്നെ. പിന്നെ നമ്മളിപ്പോൾ വൈദ്യുത ഭവൻ്റെ അത് നമ്മുടെ KSCBയുടെ ഓഫീസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് വലിയ ബിൽഡിംഗ് നമുക്ക് കാണാം. പണ്ട് നമ്മൾ അവിടെ വരുമ്പോഴത്തേക്കും ഈ പട്ടത്ത് കഴിഞ്ഞിട്ട് വരുമ്പോൾ നമുക്ക് ആദ്യം എടുത്ത് കാണാൻ പറ്റുന്ന ഒരു ബിൽഡിംഗാണ് KSCBയുടെ ബിൽഡിംഗ്. ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് വാസൻ ഐ കെയറിൻ്റെ ഒരു ഹോസ്പിറ്റലുണ്ട്. ഇവിടെ അഷ്ടലക്ഷ്മി വിശ്വനാഥ ക്ഷേത്രം എന്ന് പറയുന്നത് നല്ല രസമാണ്. ഇതിൻ്റെ ആർക്കിടെക്ചറൊക്കെ കാണാൻ. ആ ടെമ്പിൾ ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ടെമ്പിളുണ്ട്. ആംബുലൻസ് വരുന്ന നമ്മുടെ വണ്ടി മെഡിക്കൽ കോളേജുണ്ട്. ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് പോകുന്നത് ഗൗരീശപട്ടത്തേക്ക് പോകുന്ന റോഡാണ്. ഈ റോഡ് ഗൗരീശപട്ടത്ത് പോകുന്ന റോഡാണ്. ഈ ലെഫ്റ്റിലേക്ക് പോകുന്നത് കാണുന്നത്. നമ്മൾ സ്ട്രൈറ്റാണ് പോകുന്നത്. അതുകൊണ്ട് അടുത്ത സിഗ്നൽ പോയിന്റിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അടുത്ത സിഗ്നൽ പോയിന്റാണിത്. ബ്ലോക്ക് ആയത് കാരണം ആംബുലൻസിന് അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് പോകാൻ പറ്റുന്നില്ല. ശരിക്കും പോകാനുള്ള സ്ഥലമില്ല. അത് കാരണം അവരിങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. ബസ്സും കാറും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നാലും ആംബുലൻസിന് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. ലെഫ്റ്റ് സൈഡിലോട്ട് പോകുന്നത് ഗൗരീശപട്ടത്തേക്ക് പോകുന്ന റോഡാണ്. ആ ഗൗരീശപട്ടം വഴി അങ്ങനെ നമുക്ക് ഈ ഇതിൻ്റെ അവിടെ, അതായത് കരളി TVയുടെ അവിടെ, AK സെൻറ്ററിൻ്റെ അവിടെയൊക്കെ ചെന്ന് ഇതിലേക്കൂടെ കട്ട് ചെയ്ത് കയറാവുന്നതാണ്. കേരള യൂണിവേഴ്സിറ്റിയുടെ അവിടെ പോവാം. അങ്ങോട്ട് പോകുന്ന റൂട്ടാണത്. നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ പോവാണ്. ഇപ്പോഴേ റൈറ്റ് സൈഡിലായിട്ട് കോസ്മോ ഹോസ്പിറ്റലിൻ്റെ ബിൽഡിങ് നമുക്ക് കാണാം. റൈറ്റ് സൈഡിൽ നോക്കിയാൽ നമുക്ക് കോസ്മോയുടെ ബിൽഡിംഗ് കാണാം. കോസ്മോയുടെ ബിൽഡിംഗ് കഴിഞ്ഞ് വീണ്ടും സ്ട്രൈറ്റ് പോകുമ്പോൾ റോഡ് മൂന്നായിട്ട് തിരികെ ഒരു ജംഗ്ഷനുണ്ട്. ആ ജംഗ്ഷൻ്റെ അവിടുന്ന് ലെഫ്റ്റിലേക്ക് പോകുന്നത് കിംസിലേക്ക് പോകുന്ന റോഡാണ്. സ്ട്രൈറ്റ് പോകുന്നതാണ് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന റോഡ്. നമ്മൾ സ്ട്രൈറ്റ് പോവാണ്. ഇവിടെ റൈറ്റ് സൈഡിലാണ് കോസ്മോ ഹോസ്പിറ്റൽ. ശരിക്കും മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഈ സൈഡിൽ കൂടെ എല്ലാം വെള്ളം കയറുന്നതാണ്. അത് കോസ്മോയോട് ചേർന്ന ഒരു റോഡുണ്ട്. ആ റൂട്ടിൽ കൂടെ ഇങ്ങനെ നമ്മൾ ആ ഓട്ടോറിക്ഷയൊക്കെ വരുന്ന ആ റൂട്ടിൽ കൂടെ സ്ട്രൈറ്റ് പോയി കഴിഞ്ഞാൽ നേരെ നമുക്ക് കേശവാസപുരം ജംഗ്ഷനിൽ എത്തിച്ചേരാൻ പറ്റുന്നതാണ്. നമ്മൾ സ്ട്രൈറ്റ് പോവാണ്. നേരെ നമ്മൾ കോസ്മോ കഴിഞ്ഞ് വീണ്ടും തൊട്ടടുത്ത് തന്നെയാണ് തിരുവനന്തപുരത്തെ GG ഹോസ്പിറ്റൽ. നേരെ GG ഹോസ്പിറ്റലിലെ കെട്ടിടം കാണാം. ഇപ്പോൾ ഗൂഗിളും ഗ്രൂപ്പ് ഏറ്റെടുത്തിരിക്കുകയാണ് GG ഹോസ്പിറ്റൽ. പഴയ ഹോസ്പിറ്റലാണ്. തിരുവനന്തപുരത്തെ വളരെ പഴയ ഹോസ്പിറ്റലാണ് GG ഹോസ്പിറ്റൽ. അതിൻ്റെ ബിൽഡിംഗാണ് നമ്മൾ നേരെ കാണുന്നത്. ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ നമ്മൾ പോകുന്നത് ഈ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഉള്ള റൂട്ടിൽ കൂടെ പോകണമെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇവിടെ പോകാം. അതായത് ലുലുവിലൊക്കെ പോകാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ നേരെ ഇവിടെ കൂടെ കട്ട് ചെയ്ത് കിംസിൻ്റെ അവിടെ പോകാം. അങ്ങനെ ബൈപ്പാസിലൊക്കെ NH ബൈപ്പാസിലൊക്കെ പോകാം. ലെഫ്റ്റ് സൈഡിലോട്ടുള്ള റോഡ് അത് ഫ്രീ സിഗ്നലാണ്. നമുക്ക് നേരെ പോകുന്നതാണ്. സ്ട്രൈറ്റ് പോകുന്ന സമയത്ത് നമുക്ക് കോർഡിയലിൻ്റെ ഒരു ഫ്ലാറ്റ് ഉണ്ട്. പിന്നെ കുറേ മെഡിക്കൽ കോളേജുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള സ്കാനിങ് സെൻറ്റേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉള്ള കടകൾ, അതൊക്കെ ഈ സ്ട്രൈറ്റുള്ള ആ റൂട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. കുറേ ഇതുണ്ട്. നമ്മുടെ ഇവിടുത്തെ സിഗ്നൽ കുറച്ച് സമയമുണ്ടെന്ന് തോന്നുന്നു. വെയിറ്റ് ചെയ്യണം നമ്മൾ. സിഗ്നലായിട്ടുണ്ട്.
കോഡിയൽ ഹോംസിൻ്റെ ഒരു ഫ്ലാറ്റ് ഇതാണ്ട് സ്ട്രൈറ്റ് ആയിട്ട് കാണാം. ഇപ്പുറത്തെ ഒരു ഫ്ലാറ്റിലാണെന്ന് തോന്നുന്നു ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് റൈറ്റ് സൈഡിലായിട്ട്. ജി ജി ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ എത്തിയേക്കുന്നത്. ജി ജി ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലാണ്. ജി ജി ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ട് നമ്മൾ ആ കയറ്റം അങ്ങോട്ട് കയറി പോകുന്നു. ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ടൊയോട്ടയുടെ ഒരു ഷോറൂം ഉണ്ട്. ടൊയോട്ട കാർസിൻ്റെ ആണ് ഷോറൂം. പിന്നെ നികുഞ്ചത്തിൻ്റെ ഒരു ഫ്ലാറ്റ് ഉണ്ട് ഈ സൈഡിലായിട്ട്. ടൊയോട്ടയുടെ ഷോറൂം ഉണ്ട്. ടൊയോട്ട കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഫ്രണ്ടിലേക്ക് പോകുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ടൊയോട്ടയുടെ ഈ സെക്കൻഡ് ഹാൻഡ് കാറുകളൊക്കെ ഇവിടെ എക്സ്ചേഞ്ച് ചെയ്യാനൊക്കെ ഫെസിലിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ വീണ്ടും ഫ്രണ്ടിലേക്ക് പോവാണ്. ഫ്രണ്ടിലോട്ട് പോകുമ്പോഴാണ് മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ്, മെഡിക്കൽ ആയിട്ടുള്ള സാധനങ്ങളുടെ ഒരു ഏരിയ ആണ് മൊത്തം കാണുന്നുണ്ട്. അപ്പോൾ ഒപ്റ്റിക്കൽസിൻ്റെ ഏരിയ, അതുപോലെ തന്നെ പിന്നെ മെഡിക്കൽ സാധനങ്ങൾ വെക്കുന്ന ഏരിയ. ഇവിടെ നീരാളി എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് റൈറ്റ് സൈഡിൽ. നീരാളിയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് നീരാളി എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് കാണാൻ ഞാൻ കഴിച്ചിട്ടില്ല. അത്യാവശ്യം അറിയപ്പെടുന്നൊരു സ്കാനാണ് ട്രാവൻകൂർ സ്കാൻസ് എന്ന് പറയുന്നത്. ട്രാവൻകൂർ സ്കാൻസ് ഈ റൂട്ടിലെ റൈറ്റ് സൈഡിലാണ്, കുറച്ച് അകത്തേക്കാണ് ഇരിക്കുന്നത്. ഇവിടെ നമ്മൾ കണ്ട വീണ്ടും സ്ട്രൈറ്റ് പോകുന്ന സമയത്ത് നമ്മളിപ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ അവിടുത്തെ ജംഗ്ഷനിൽ എത്തിച്ചേരാൻ പോവുകയാണ്. അവിടെ ഒരു സിഗ്നലിൻ്റെ ഒരു ഏരിയ ഉണ്ട്. അതിന് തൊട്ട് മുമ്പായിട്ട് ഒരു അവിടുത്തെ മെഡിക്കൽ കോളേജിൻ്റെ അവിടുത്തെ ബസ് സ്റ്റാൻഡുണ്ട് റൈറ്റ് സൈഡിൽ. അതിനോട് ചേർന്നൊരു വലിയ ഗണപതി ടെമ്പിൾ നമുക്ക് കാണാം. ഗണപതി ടെമ്പിളിലെ ഗോപുരമൊക്കെ ഇപ്പോഴേ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നെന്ന് തോന്നുന്നു. റൈറ്റ് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഗണപതിയുടെ ഒരു വലിയ ടെമ്പിളുണ്ട്. ഗണപതിയുടെ ഒരു വിഗ്രഹം കാണാം നമുക്ക് നോക്കുമ്പോൾ. ബസ് വരുന്നുണ്ട്, കണ്ട ഫാസ്റ്റ് ബസ്. ഇത് ട്രിവാൻഡ്രത്തേക്ക് പോകുന്ന ബസ്സാണ്. മെഡിക്കൽ കോളേജ് വഴി കയറി വരുന്ന ട്രിവാൻഡ്രം ബസ്സാണിത്. ഇവിടെ സിഗ്നലുണ്ട്, പക്ഷേ അത് ഇപ്പോൾ ഇട്ടിട്ടില്ല. ഗണപതി ടെമ്പിൾ കഴിഞ്ഞ് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജിൻ്റെ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജിൻ്റെ ആർച്ച് കാണാം. അതിനകത്തേക്കാണ് നമ്മൾ പോകുന്ന ഏരിയ ആണ്. ലെഫ്റ്റ് സൈഡിലാണ് മെഡിക്കൽ കോളേജിൻ്റെ ആർച്ചാണ്. റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ പട്ടത്തിനും കേശവാസ്ത്രത്തിനും ഇടയ്ക്ക് ചെന്ന് കയറുന്ന ഒരു റോഡാണിത്. ഇത് വന്നിട്ട് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ആ റോഡ് നേരെ ചെന്ന് നമ്മുടെ സെൻറ്റ് മേരീസ് സ്കൂൾ പട്ടം അതിൻ്റെ അടുത്തായിട്ടൊക്കെ ചെന്ന് എത്തുന്നതാണ്. നമ്മൾ മെഡിക്കൽ കോളേജിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ രണ്ട് സൈഡിലേക്കും സിഗ്നൽ ഉള്ള ഒരു ഏരിയ ആണ്. അത്യാവശ്യം തിരക്കുണ്ട്. മെഡിക്കൽ കോളേജ് കഴിഞ്ഞ് നമ്മൾ ഫ്രണ്ടിലോട്ട് പോവാണ്. മെഡിക്കൽ കോളേജിൻ്റെ ബിൽഡിങ്ങുകളാണ് ഇതെല്ലാം തന്നെ. എപ്പോഴും തിരുവനന്തപുരത്തെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ മെഡിക്കൽ കോളേജാണ് തിരുവനന്തപുരത്തുള്ള മെഡിക്കൽ കോളേജ്. തിരക്കും കാര്യങ്ങളും എപ്പോഴും ഉള്ള റോഡാണ്. ഇതിപ്പോൾ രാവിലെ ആണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്, അതുകൊണ്ട് അല്പം തിരക്ക് കുറവാണ്. അല്ലാത്ത സമയത്തൊക്കെ നല്ല തിരക്ക് ഉള്ള ഒരു ഏരിയ തന്നെയാണിത്. ശരിക്കും നമ്മൾ പട്ടം മുതൽ ഇങ്ങോട്ട് എന്താ പറയുക ഉള്ളൂർ വരെയുള്ള കാഴ്ചകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മെഡിക്കൽ കോളേജ് കഴിഞ്ഞ് ഫ്രണ്ടിലേക്ക് പോകുന്ന സമയത്ത് നമുക്കവിടെ ഒരു എന്താ പറയുക മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നതിന് പുതുതായി പണിഞ്ഞൊരു ബൈപ്പാസ് ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ. മെഡിക്കൽ കോളേജ് വരെയുള്ള കാഴ്ചകൾ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പട്ടത്തുനിന്ന്. അത്യാവശ്യം വളരെ പതുക്കെ മാത്രമേ ഈ റൂട്ടിൽ കൂടെ വരാൻ പറ്റുള്ളൂ. എന്താണ് നേരെ പോയി കഴിയുമ്പോഴത്തേക്കും ഒരു മെട്രോ സ്കാൻ നമുക്ക് കാണാം. പിന്നെ അവിടെ ഒരു കുന്നിൽ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്. പിന്നെ ആസാദിൻ്റെ ഒരു റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. വളരെ അത്യാവശ്യം നല്ല ഫുഡും അവിടെ ബേക്കറി ഐറ്റംസ് ഒക്കെ കൊള്ളാം. നല്ല ആസാദ് ഇത്. അപ്പോൾ ഇത്രയും കാഴ്ചകളാണ് നമ്മുടെ ഈ വീഡിയോയിൽ. അതായത് പട്ടത്തുനിന്ന് മെഡിക്കൽ കോളേജ് വരെയുള്ള കാഴ്ചകളാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. തിരുവനന്തപുരം കാഴ്ച